ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നേ? എന്താ ചോദിക്കാനുണ്ടെന്ന് പറയുന്നത്? നീ ബസ്സിൽ വെച്ച് ഒരു അഭിജിത്തിന്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തില്ലേ? ചെയ്തു. അതിനെന്താ? അവൻ എന്നോട് മിസ്ബിഹേവ് ചെയ്തോണ്ടാ ഞാൻ അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തേ. കിരൺ, അയ്യോ, ഇതെന്ത് പറ്റിയതാ? അറിയില്ല, ടയർ പൊട്ടിയതാന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ഓ, അതെല്ലോ, ടയർ പൊട്ടിയല്ലോ. ഇതിന് പുതിയ ടയർ വാങ്ങേണ്ടി വരും. ആണല്ലേ? ആ, താൻ എങ്ങോട്ടാ? വീട് 2 കിലോമീറ്റർ അപ്പുറത്താ. അവിടെ ചെന്നിട്ട് വേണം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. ഞാനേ ദാ ആ വണ്ടിയിലാ വന്നേ. ഈ വണ്ടി സൈഡാക്കി ലോക്ക് ചെയ്യ, എന്നിട്ട് എന്റെ കൂടെ വന്നോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ എന്തായാലും ആ ഭാഗത്തേക്കാ. ഓ, താങ്ക് യു. ശരിക്കും നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. എന്താ പേര്? ആദ്ര. ആ, എന്റെ അനിയത്തിയുടെ പേര് ആതിര എന്നാ. ഞാൻ അശ്വതി. അത് കൊള്ളല്ലോ. തന്നെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല പരിചയം. ഞാനൊരു വ്ലോഗറാണ്. ആ, മൊബൈൽ സ്ക്രോൾ ചെയ്യുമ്പോ മിന്നി പറഞ്ഞിട്ടുണ്ടാവും. ഓ ആണല്ലേ? അപ്പൊ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസറാ? അത്രയൊന്നും അല്ല, എന്നാലും ഇപ്പൊ കുറച്ച് പോപ്പുലാരിറ്റി കൂടി വൈറലായിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പോകുന്ന വഴിക്ക് ഓ പറയാം. ഓക്കെ, എന്നാ വാ കേറിക്കോ. ആ, വരുന്നുണ്ട്. വാ 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 വാ, പെട്ടെന്ന്. എല്ലാ വീഡിയോയും മില്യൺ വ്യൂസ് അടിക്കണം, അതാ എന്റെ ലക്ഷ്യം. നോക്കല്ലേ, അങ്ങോട്ട് നോക്കാതെ വേണ്ട. ഇതെന്താ നിങ്ങൾ നടന്നു പോകുന്നേ? ഹലോ, ഇതെന്താ ഇവിടെ? ഞാൻ ദേ ഈ കുട്ടിയെ ഡ്രോപ്പ് ചെയ്യാൻ പോവാ. പാവം കുട്ടി, വണ്ടി കേടായി വഴി പെട്ടതാ. ഞങ്ങളും അതേ അവസ്ഥയാ, വണ്ടി സർവീസിന് വിട്ടു. ഇപ്പൊ എങ്ങോട്ടാ? ഞങ്ങള് വണ്ടി എടുക്കാൻ പോവാ. എന്നാ കേറിക്കോ. ഈ കുട്ടിയെ ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ വിടാം. ആയിക്കോട്ടെ, വലിയ ഉപകാരം. കേറ്. എപ്പോഴും ഇങ്ങനെയാണോ? എങ്ങനെ? എല്ലാരെയും സഹായിക്കാൻ ഇങ്ങനെ മനസ്സുള്ള ആളാണോന്നായിരുന്നു ഉദ്ദേശിച്ചത്. നമ്മളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുന്നോണ്ട് എന്താ കുഴപ്പം? വളരെ നല്ല കാര്യ. അടുത്ത വ്ലോഗ് തന്നെ കുറിച്ച് ചെയ്താലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്നെ കുറിച്ചോ? അയ്യോ, അതൊന്നും വേണ്ട. വ്ളോഗ് ചെയ്യുന്ന ആളാണോ? ആ, അതെ. അങ്ങനെയാണെങ്കിൽ ഒരു ഉഗ്രം കണ്ടന്റ് ഉണ്ട്. എന്താ അത്? നമ്മുടെ മറ്റേ പെൺകുട്ടി ഉപദ്രവിച്ച കേസല്ലേ? അതെ. അതൊക്കെ എല്ലാരും അറിയണം. അവര് സമ്മതിച്ചാലേ വലിയൊരു സംഭവമാവും. കേരളം ഞെട്ടും. കോടിക്കണക്കിന് ആൾക്കാർ കാണും. എന്ത് സംഭവം അത്? അത് നമ്മൾ പറയുന്നതിലും നല്ലതേ നേരിട്ട് കാണുന്നതാ, അല്ലേ? അതെ. അല്ല, ഇവിടെ അടുത്ത് തന്നെ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? അടുത്താണോ? ഇവിടെ അടുത്ത് തന്നെ. എന്നാ പോവാ. ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. ഓക്കെ, വിളിച്ചോക്ക്. ഹലോ. അതെ, ഞങ്ങളെ കൂടെ വ്ലോഗ് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്. എന്താ പേരെന്തോ?
അശ്വതി. അശ്വതി എന്നാ പേര് പറഞ്ഞത്. എനിക്കറിയാവുന്ന കൊച്ചാ. അല്ല, ഞങ്ങളൊന്ന് അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. സ്റ്റുഡിയോയിൽ വേണ്ട, വേറെ ഏതെങ്കിലും സ്ഥലം മതി. അതൊക്കെ റെഡിയാണ്. ഓക്കെ, അബിയെ വിട്ടിട്ട് ഞങ്ങൾ വന്നോളാം. ഓക്കെ, ശരി, നമുക്കിറങ്ങാം. ഭാഗ്യം, നമ്മളടുത്ത് അങ്ങോട്ട് ചെന്നോളാൻ പറഞ്ഞു. ആണോ? എന്നാ പോവാ. അതെ, വഴി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അടുത്ത് തന്നെയാണ്. ആ ഒരു 15 മിനിറ്റ് മതി. ഓ, തരുവാ. ഇതെന്താ ഇവിടെ? നിങ്ങൾ പറഞ്ഞ ആൾക്കാരൊക്കെ എവിടെ? ഇരിക്കിവിടെ. എനിക്കിപ്പോ തിരിച്ചു പോണം. ഏയ്, ദാ, ദാ. ഇങ്ങോട്ട് പോ. വീട്. ഏയ്, നീ പേടിക്കൊന്നും വേണ്ട. ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാൻ കൊണ്ടുവന്നൊന്നുമല്ല. തൽക്കാലം ഇവിടെ ഇരി. എന്തിന്? ഇരിക്കടി. എനിക്കിപ്പോ തിരിച്ചു പോണം. നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? കയ്യിന്നിവിടെ. ദേ, ഞാൻ ബഹളം വെച്ച് ആളെ കൂട്ടുവേ. അടങ്ങി വെച്ചോ അവിടെ. നീ ഇവിടെ കിടന്ന് ബഹളം വെച്ചാലൊന്നും ആരും കേൾക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് കഴിഞ്ഞാ ഒരു പോറൽ വഴി ഏൽപ്പിക്കാതെ വിടാം. അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയില്ല. സോഷ്യൽ മീഡിയയിൽ എന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് എല്ലാം അറിയാം കൊച്ചേ. എല്ലാം അറിഞ്ഞോണ്ട് തന്നെയാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇരുവച്ചോ അവിടെ. പിന്നെ നിന്നോട് ചോദിക്കാനുള്ളതേ അവർക്കാ. നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നേ? എന്താ ചോദിക്കാനുണ്ടെന്ന് പറയുന്നത്? നീ ബസ്സിൽ വെച്ച് ഒരു അഭിജിത്തിന്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തില്ലേ? ചെയ്തു. അതിനെന്താ? അവൻ എന്നോട് മിസ്ബിഹേവ് ചെയ്തോണ്ടാ ഞാൻ അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തേ. കിരൺ, അത് കാണിക്ക്. ഇതിലെവിടെയാണ് അഭിജിത്ത് നിങ്ങളോട് അപമര്യാദയായി പെരുമാറിയിരിക്കുന്നത്? നമ്മുടെ റോഡിലൂടെ പോകുന്നൊരു ബസ് ഒരു കുഴിയിലോ ഹമ്പിലോ വീണ അടുത്ത് നിൽക്കുന്ന ആളുടെ ദേഹത്തൊന്ന് തട്ടിയെന്നിരിക്കും. അതൊരു വലിയ തെറ്റായി ചിത്രീകരിച്ച് സമൂഹത്തിന് മുന്നിൽ അയാളെ ഒരു കുറ്റക്കാരനാക്കിയാല് അയാൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക ബുദ്ധിമുട്ട് എത്രയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയോ? അശ്വതി ഇത്തരം വീഡിയോസ് റീച്ചിന് വേണ്ടിയും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടി ഇടുന്നതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അഭിജിത്ത് ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.